ഈ വീഡിയോക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യും. നിങ്ങളെ മൈൻഡൊന്ന് കാം, അതേപോലെ ക്ലിയർ ആക്കണം. സ്നാപ്പ് പവർഫുൾ സ്നാപ്പ് പോലെ അതടിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ എവിടെയാണ്, എന്ത് ടെൻഷനിലാണോ പ്രഷറിലാണോ, നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കുറച്ച് സമയത്തിന് ഈ വീഡിയോ കഴിയുന്നവരെ. അതിൻ്റെ ശേഷം നമ്മൾ 3 ബ്രീത്ത് എടുക്കണം. അതിൽ നമ്മൾ കാം നോക്കണം. 5 സെക്കൻഡ് എടുക്കുള്ളൂ. കാരണം ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകണ്ടേ, അല്ലാതെ ഈ വീഡിയോ സാധാരണ ഒരു വീഡിയോ പോലെ ഞാൻ പറയുന്നത് കേൾക്ക് മാത്രമല്ല ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ചെയ്താലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് പലർക്കും പല ആംഗിളിൽ നിന്നായിരിക്കും ജീവിതം നമ്മൾ കണ്ടുപോരുന്നത്. അതിൽ കുറേ കോമൺ പാറ്റേൺ ഉണ്ടാവും, അതല്ലാത്ത കുറേ പാറ്റേൺസും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഹാപ്പിനെസ്സും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഫ്ലോ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. അങ്ങനെ ഞാൻ ലിസ്റ്റ് ചെയ്ത് ഈ വീഡിയോ ചെയ്യുന്നവരെ ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇതുപോലൊരു വീഡിയോ ചെയ്യുക. സൊസൈറ്റിന് മുന്നിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ കുഴപ്പം, എൻ്റെ ആശയങ്ങളാണല്ലോ അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം ശരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റാതെ എന്തോ പിടിച്ചു വലിക്കുന്നില്ല. അതൊക്കെ ഒന്ന് മാറ്റാൻ ഞാനാണെന്നില്ല ആ കാര്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെനിക്കൊന്ന് വേറെ ആരുടെയെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ ഇതൊന്ന് എനിക്ക് തന്നെ ആവശ്യം വരുമോ പോലും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സാധനം, ഈ കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു. എനിക്കൊന്ന് ജീവിതത്തിൽ അത് വളരെ ആവശ്യമുള്ളൊരു, നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് കാണാനോ അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാനോ ചിലപ്പോൾ മറ്റുള്ള സഹായിച്ചാലും നല്ല കാര്യമില്ലേ. അതുകൊണ്ട് ഉണ്ടാക്കിയൊരു വീഡിയോ. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം ബീയിങ് യുവർ സെൽഫ്, ബീയിങ് അവർ സെൽഫ്. അങ്ങനെയും പറയാം. നമ്മളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെന്താന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരാൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർ എന്ത് പറയുന്നു നമ്മളങ്ങോട്ട് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോണേ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് എന്നെ കൂടെ കൂട്ടിയിട്ട് പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ കടന്നു പോണേ. പക്ഷെ അതിൽ നമ്മളായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് മൈൻഡിൽ. ആ സ്റ്റേറ്റിലെത്തിക്കാൻ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൊന്നാമത്തെ കാര്യം, നമ്മളൊരു മെഷീനല്ല, നമ്മളൊരു മനുഷ്യനാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മളുള്ളിൽ വന്നു തുടങ്ങും. നമ്മളൊരു മെഷീനല്ല, നമ്മളൊരു മനുഷ്യനാണ്. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ, ഇമോഷൻസ് ഉള്ള മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാണെന്നൊരു തിരിച്ചറിവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളായിട്ടിരിക്കണം, ബീയിങ് അവർ സെൽഫ്. പിന്നെ ലൈഫ് ഒരു ഫ്ലോയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ലൈഫ് എത്ര ചെറുതാണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യാറുള്ളൂ, നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രായമായ ഒരു 80 വയസ്സോ 100-90 വയസ്സൊക്കെ ഉള്ള ഒരാൾക്ക് പോയിട്ട് നിങ്ങൾ കുറേ കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇല്ല, കുറച്ച് കാലം ജീവിച്ചിട്ടുള്ളൂ. ജീവിതം ഇന്നലെ കഴിഞ്ഞ പോലെ എന്ന് പറയും. നമ്മുടെ കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞതായിരിക്കും തോന്നുന്നുണ്ടോ? എത്ര പെട്ടെന്ന് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടോ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയേ എന്നുള്ളതിനോട് നമ്മൾ ആലോചിച്ചു. അത്രയും ചെറുതാ ജീവിതം, ഇതുപോലെ തന്നെ ബാക്കിയും കടന്നു പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ചെയ്തൂടെ. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തൂടെ. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം ബീയിങ് അവർ സെൽഫ്. നമ്മളെന്താണെന്ന് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കി ഞാനിങ്ങനെയൊക്കെയാണ്. അങ്ങനെ അംഗീകരിക്കുന്ന ആൾക്കാരെ അംഗീകരിച്ചാൽ മതി. നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം അംഗീകരിക്കാത്തവരെയും. എല്ലാ റെസ്പെക്റ്റും നമ്മൾ ഒരിക്കലും ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഇങ്ങനെ അവർ പറയുമെന്ന് നമ്മൾ മുന്നോട്ട് നോക്കി പോകേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യാം. അവർ നമ്മൾ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ കൂടെ അതിലൊരു ക്വാളിറ്റി നമുക്കുണ്ടാവും എപ്പോഴും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ. ബീയിങ് അവർ സെൽഫാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. അതിൽ രണ്ടാമത്തെ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സം ഗെയിമാണ്. ഈ ചെറിയ സമയം ഒരു സമ്മിൻ്റെ ഗെയിമാണ്. എന്തൊക്കെ സമ്മ്? ഇമോഷണൽ, ലോജിക്കൽ, മണി. അങ്ങനെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വാല്യൂ ചെയ്യണ ഓരോരോ കുറേ കാര്യങ്ങളുടെ സമ്മതിക്കണം. എപ്പോഴും ജീവിതം അതിൽ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. എനിക്ക് മനസ്സിലാകത്തോട്ട് ഇതിൻ്റെയൊക്കെ മേളിൽ ഒരു സാധനമുണ്ട്, പീസ്. ഞാനൊന്നുമില്ലാതെ ഞാൻ സന്തോഷമല്ല, സങ്കടമല്ല, ഞാൻ സമാധാനത്തിലാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട് ശരിക്കും മനുഷ്യന്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. നമ്മൾ ഫിലോസഫീസ് ഉണ്ടാക്കി തുടങ്ങുക. ഈ ഫിലോസഫീസും നമ്മൾ കാണുന്ന
റൂൾസും ഒക്കെ നമുക്കും വേണ്ടി ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങുക. കാരണം ഞാൻ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ വന്ന് ഭയങ്കര നെഗറ്റീവായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയാം, നെഗറ്റീവായ കുറേ കാര്യങ്ങൾ പറയാം. ആ സാധനം ഞാൻ എങ്ങനെ എടുക്കണമെന്നുള്ളതാണ് അത് എന്നെ എഫക്റ്റ് ചെയ്യാൻ പോണേ. സോ അയാളത് പറഞ്ഞതിൽ നമ്മളതൊന്നും എടുക്കാതെ പോകാൻ മതി. കേൾക്കാൻ വേണമെങ്കിൽ വേണ്ട, കേൾക്കും വേണ്ട. ഇനി കേട്ടാൽ കൂടെ നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ ആയി മാറാൻ പോണേ. സോ എല്ലാത്തിനും ഒരു ഫിൽറ്റർ ഇട്ട് മാത്രം കേൾക്കേണ്ട കാര്യങ്ങളും കാണേണ്ട കാര്യങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഒക്കെ സമ്മേരിക്കും, നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെ സമ്മേരിക്കും. പക്ഷേ ഈ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ പോണത് നമ്മുടെ സെൻസറി ഉപയോഗിച്ചിട്ട് നമ്മളിത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫിൽറ്റർ വെക്കുക. ആ ഫിൽറ്റർ വെച്ചിട്ട് ഈ സം ഓഫ് ആൾ എപ്പോഴും നമ്മളെ വിൻ ഗെയിമിലോട്ട് കൊണ്ടുവരിക. നമ്മുടെ വിൻ ഗെയിമിലോട്ട് നമ്മൾ വിന്നാകുമ്പോൾ നമ്മളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റൊരാളെ ഉപദ്രവിക്കേണ്ട, നമുക്ക് നമ്മളെ വിന്നോട്ട് കൊണ്ടുവരാം, ഈസി ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ സം ഓഫ് ഓൾ ആണ് രണ്ടാമത്തെ കാര്യം. ഈ സം ഓഫ് ഓൾ ആയിരിക്കും എപ്പോഴും ജീവിതം, എല്ലാത്തിനും കൂടെ സമ്മതിക്കും. അത് നമുക്ക് മനസ്സിലാവുന്നതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പോയിന്റ് എടുത്തിട്ട് നമ്മളൊന്നും കൂടെ ഫിഗർ ഔട്ട് ചെയ്ത് ഈ പോയിന്റിൽ എന്താ, അടുത്ത പോയിന്റിൽ എന്താ നടക്കുക, ഓരോ പോയിന്റിൽ എന്താ നടക്കുന്നതിലെ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്കൊരു പ്യൂരിറ്റിയിലൊരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റണം. അത് എപ്പോഴും ഇതൊരു കുറച്ചും കൂടെ ഈ ഒരു ടൈം ലൈനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ട് പോലും ഞാൻ കുറേ സമയം ഇത് റിപ്പീറ്റ് അടിച്ചും തിരിച്ചും മറിച്ചും. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങൾ അധികം ബോധമില്ല. എന്നാൽ കൂടെ ഇതാരൊക്കെ കാണും, എന്തൊക്കെ കാണും, ആരൊക്കെ എന്ത് പറയും, ഇതൊക്കെ ഈ ഫാക്ടേഴ്സൊക്കെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ പോലും എന്നെയും ബോധർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇതെല്ലാം ഞാനില്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് സ്ട്രോങ് എക്സ്പീരിയൻസ്, നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ആരാണ് മനസ്സിലാക്കി തരും എപ്പോഴും. അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലാക്കി തരുന്നത്. ഫെയിലിയറോ സക്സസ് ആയിക്കോട്ടെ, ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനം അതൊരു വേർഡല്ല ശരിക്കും, അതൊരു ലേണിംഗാണ് ശരിക്കും. നമ്മളത് എങ്ങനെ കാണണമെന്നില്ല. ഒരു മനസ്സിനെ വല്ലൊന്ന് റിവൈസ് ചെയ്ത് പോയിക്കാൻ ചിലപ്പോൾ അതൊരു മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും ആ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ അത് പ്യൂരിറ്റിയിൽ എൻജോയ് ചെയ്യാൻ പഠിക്കുക. ഈ F1 സിനിമ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അതിൽ ഈ സണ്ണി ഹ്യൂസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് തുടങ്ങേണ്ടതാണ്. ആക്ച്വലി അവന് ആ സാധനം ചെയ്യാൻ അവനെ എടുക്കുന്ന കാരണം അവനത് ഇഷ്ടമായത് കൊണ്ടാണ്, ഒരു ഫീലിംഗാണ്. അതെങ്ങനെയാണെന്ന് അവന് പറയാറില്ല. പക്ഷെ നിങ്ങൾ കാണുന്ന ഈ സൊസൈറ്റി കാണുന്ന അല്ലെങ്കിൽ സൊസൈറ്റി റെസ്പെക്റ്റ് അല്ല അത്. ആ ഒരു മൊമെൻറ്റിൽ അവനായിട്ട് ജീവിക്കും. ഒരു ബീയിങ് അവർ സെൽഫ് എന്ന് പറയുന്ന പോലെ ആ മൊമെൻറ്റിൽ അവൻ ജീവിക്കും. ആ ഒരൊറ്റ മൊമെൻറ്റിൽ അവൻ ജീവിക്കണം. നമുക്കൊക്കെ ജീവിക്കുക അതുപോലെ. നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ആ എനർജി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ എനർജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാം. പക്ഷെ നമ്മൾ അത് നോക്കാറില്ല എന്നാണ് സൊസൈറ്റി പറഞ്ഞ ആ എനർജി മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്കത് അറിയാറില്ല. ഇതിൽ എല്ലാത്തിൻ്റെ അപ്പുറം നമ്മളെന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ തന്നെ വെച്ചത്. ഓക്കെ, അതിൽ നമ്മൾ എല്ലാ സാധനവും പ്യൂരിറ്റിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. കാരണം ആരും നോക്കുന്നില്ല, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. സ്റ്റാറ്റസ് ഇല്ല, ഇൻസ്റ്റഗ്രാമില്ല, വാട്സപ്പില്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, എനിക്ക് പാട്ട് പാടാൻ പറ്റൂലേ, എനിക്ക് ചുമ്മാ സന്തോഷിക്കാൻ പറ്റില്ലേ. ഇതൊക്കെ പറ്റും മനുഷ്യനെ കൊണ്ട്, ശരിക്കും പറ്റും. നിങ്ങൾ ഫ്രീ ആയിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഞാൻ ചുമ്മാ പോയിട്ടൊന്ന് ആരുമില്ലാത്ത റൂമിൽ പോയിട്ട് ഒന്ന് പാട്ട് പാടിയത്, അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് കളിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരു പാട്ടും സെറ്റ് വെച്ച്. അതാണ് നമുക്കൊരു പ്യൂരിറ്റിയിലൊരു സാധനം നമുക്ക് നമ്മളായിട്ട് ആരും കാണുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്യൂരിറ്റി ജീവിതത്തിൽ കൊണ്ടുവന്ന ആ ജീവിതത്തിന് വേറെ ആംഗിളിലോട്ട് നമ്മൾ എത്തിക്കുന്നില്ലാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഒരു റൂൾ കൊണ്ടുവന്നു ഞാൻ ജീവിതത്തിൽ. കുറേ നമുക്കെല്ലാം അപ്പ് ആൻഡ് ഡൗൺസിൻ്റെ ഇടയിൽ ഒരു റൂൾ കിട്ടി എനിക്ക്. അതെനിക്കൊരു ജമ്മെന്ന് തോന്നുന്ന ഒരു റൂളാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ആളെ ലോകത്തുള്ളൂ, അത് നമ്മൾ മാത്രമാണ്. ഇപ്പം ഞാൻ ഈ സ്നാപ്പ് അടിക്കണ്ടേ ഇതിൻ്റെ പ്രോബിലിറ്റി അതിന് 100% ഉത്തരം പറയാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ അടിക്കൂല എന്നേ പറയാൻ പറ്റുള്ളൂ. അത് 50 ഉള്ളൂ. അടിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു കൺട്രോൾ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് സൊസൈറ്റി
അത് സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ എതിർത്ത് നിൽക്കുന്ന സാധനമൊന്നുമില്ല, മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അത് അങ്ങനെയാണ് പറഞ്ഞു തന്നെ, മറ്റൊരാൾക്ക് അത് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ എപ്പോഴും 100% നമ്മുടെ കയ്യിലാണ്. അതുപോലെ നമ്മൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ 100%. അതും കൂടെ ശ്രദ്ധിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അടുത്തോട്ട് വരും. കാരണം മറ്റൊരാൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാം, അതിനൊരു പോസിബിലിറ്റി എപ്പോഴും അവിടെ ഉണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ 100% കൺട്രോൾ ഉള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഇത്ര കാര്യങ്ങളുള്ളൂ. ഇപ്പം തന്നെ കുറേ സമയമായി. എന്നാലും കുറച്ച് കാര്യങ്ങളൂടെ ഈ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ചുറ്റോളം നടക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം. ഇപ്പം ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം, അതുപോലത്തെ ഒരു വിശ്വാസം ഈ പാറ്റേൺസ്, നമ്മൾ ഫ്രീക്വൻസി, അതിൽ കുറേ കാര്യങ്ങൾ MRIയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാലും നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ നമ്മൾ ഒന്നും കൂടെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെടാത്ത കാര്യം ചുമ്മാ ഒബ്സർവ് ചെയ്യുന്ന പകരം ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ അത് എഴുതുക. അതിന് ശേഷം നിങ്ങളതിലെ സ്കില്ലുകളുണ്ടാവും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് രണ്ടും ബേസ് ചെയ്ത് നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വേണം, അതെന്ത് ചേഞ്ച് ആയിരിക്കും? ഇതൊക്കെ ഒരു 4 പോയിന്റ്സ് മാത്രമാക്കിയിട്ടൊന്ന് എഴുതിയാൽ ഏറ്റവും ടോപ്പർ ലെവലിൽ നിന്നിട്ട് നമ്മൾ ഏറ്റവും പുറത്തുനിന്ന് കാണുമ്പോൾ 4 കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റിയൊരു പിക്ചർ കിട്ടും, നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നില്ല, ഒരു കണക്ഷൻ കിട്ടും. പിന്നെ ബ്രെയിനിൻ്റെ കാര്യം, ബ്രെയിനിക്കാണ് തിരിച്ചു വരാം. നമ്മൾ ബ്രെയിൻ നമ്മൾ ഒബ്സർവ് ചെയ്യും തോറും അതൊരു വാസ്റ്റ് ഏരിയ, അതിൽ നമുക്ക് പുതിയ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും നമ്മൾ കാണാത്ത കാര്യങ്ങളുണ്ടാവും, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ആ ഉള്ളിൽ അത് എത്ര സ്ട്രോങ്ങിലാണ് അടിച്ചു വെച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതൊരു ശരിക്കും പറഞ്ഞതൊരു നമ്മൾ സൈക്കോളജിക്കൽ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇതിലങ്ങനെ സൈക്കോളജി റിയാലിറ്റി ഒന്നുമില്ല. എൻ്റെ ശരികൾ എപ്പോഴും എൻ്റെ മാത്രം ശരികളാണ്, എൻ്റെ വിശ്വാസങ്ങൾ എപ്പോഴും എൻ്റെ മാത്രം വിശ്വാസങ്ങൾ വരും. അത് നമുക്ക് വേറെ ആൾ ഫോഴ്സ് ചെയ്യാനും പോകണ്ട. നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളിൽ 100% ഗ്യാരണ്ടി വിശ്വസിക്കുകയും ചെയ്യാം. കാരണം അത് ഒരാൾക്ക് എടുത്ത് കളയാൻ പറ്റുന്നതല്ല, അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലും നമുക്കറിയില്ല. അപ്പോൾ ഈ വിശ്വാസങ്ങളും ഈ റൂൾസും ഈ റെഗുലേഷൻസും ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് ഒക്കെയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും ചോദ്യം. ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങി കുറേ മുമ്പ്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന വഴി നിങ്ങളിത് ഫോളോ ചെയ്യേണ്ട കാര്യമല്ല, ഒരിക്കലുമില്ല. ഇതൊരു വേറെ പേഴ്സ്പെക്റ്റീവ് ഞാൻ നോക്കിയെന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോ ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസ് തന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ചുമ്മാ വിശ്വസിക്കുക, ചിലപ്പോൾ ഇതിലുണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ അത് 100% ഉണ്ട്. അതാണ് ഇതിലൊരു പോയിന്റ്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പല ഡയമെൻഷനിൽ നിന്നോ വേറെ ആംഗിളിൽ നിന്നോ നോക്കി തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ കുറേ കാര്യങ്ങളെ പറ്റി മനസ്സിലാവും. പുതിയ കുറേ കാര്യങ്ങൾ ജീവിതമായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഇതിൻ്റെ ശേഷം നിങ്ങൾ ഈ കാംനെസ്സിനെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണോ ഈ ചെറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടോ, കൂടുതൽ സമയം നിങ്ങൾ സന്തോഷത്തിലാണോ, നിങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയുമോ, ഇതൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കി വെക്കാം, എഴുതി നോക്കാം, എങ്ങനെയെങ്കിലും കുറച്ചും മനസ്സിലാക്കി വെക്കാം. നമ്മൾ പ്രകൃതിക്കൊരു പാറ്റേണും അവിടുന്ന് കുറേ എനർജീസൊക്കെ നമുക്ക് ശരിക്കും കിട്ടുമെന്ന് വേണമെങ്കിൽ വിശ്വസിക്കുക. അത് ആരെക്കൊണ്ടും അല്ലാന്നും ആരെക്കൊണ്ടും ആണെന്നും പറയാൻ പറ്റില്ല. അത് നമ്മളെ കൊണ്ട് മാത്രമേ പറയാൻ പറ്റുന്നത്, ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും. അങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലും എപ്പോഴും യുണീക്കാവുന്നത്. ഈ ലോകത്തിൻ്റെ ഒരു യുണീക്നെസ് തന്നെ, ഈ ലോകത്തിലെ എല്ലാ സാധനങ്ങളും യുണീക്കായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ ഈ വീഡിയോൻ്റെ ശേഷം നമ്മൾ പോയിട്ട് ഒന്ന് എഴുതി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കാമായിട്ട് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. ഈ ചെറിയ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ ചെറിയ ജീവിതത്തിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്ത് ഫുള്ളായിട്ട് എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് ഒരു വീഡിയോ ചെയ്യണം എൻ്റെ യൂട്യൂബിൽ നമ്മിൽ. അതുകൊണ്ട് മാത്രമേ എടുക്കുന്ന വീഡിയോ, അതുകൊണ്ട് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ജീവിതം. അപ്പോൾ ഓക്കെ, നിങ്ങളും
ഈ വീഡിയോൻ്റെ ശേഷം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളെങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ വേറൊരാളെ നിങ്ങളെ ഈഗോ കാരണം മാപ്പ് പറയാൻ വേണ്ടി മടിച്ചു നിൽക്കണമായിരിക്കും. എക്സാക്ട്ലി ഒരാളുടെ ഒരു മാപ്പ് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ശരിക്കും ഫീൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളും അവിടെ വിജയിച്ചിട്ടുണ്ടാവും. ഒരു പോയിന്റ് നമ്മുടെ ഈഗോൻ്റെ മേളിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും. സോ ചുമ്മാ ഇന്ന് ലൈഫിന് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് വേറെ ആയിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് എന്താ വെച്ചാൽ ചെയ്യാം. ഇത് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോ ഇതുപോലത്തെ കുറേ സമ്മാണ് അല്ലെങ്കിൽ കുറേ തിയറീസാണ് ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ഞാനായിട്ട് മാറിയത്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ.